നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ്. വിചിത്രമായ ആചാരങ്ങളും ജീവിത സാഹചര്യങ്ങളുമുള്ള ചില ഗ്രാമങ്ങളും മനുഷ്യവിഭാഗങ്ങളും ഇന്നും ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ചില മനുഷ്യരെയും അവരുടെ ജീവിത രീതികളെയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മിഗിംഗോ ഐലൻഡ്, കെനിയ. മിഗിംഗോ ഐലൻഡ് എന്നത് വിക്ടോറിയ തടാകത്തിൻ്റെ നടുവിലുള്ള ഒരു പാറക്കൂട്ടമാണ്. കെനിയൻ മെയിൻലാൻഡിൽ നിന്നും സ്പീഡ് ബോട്ടിന് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണം ഇങ്ങോട്ടേക്കെത്താൻ. വെറും 1/2 ഏക്കർ മാത്രമുള്ള ഈ സ്ഥലത്ത് 500ഓളം ആളുകളാണ് തകര ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ വീടുകളിൽ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെ മരങ്ങളുമില്ല, കൃഷിസ്ഥലങ്ങളുമില്ല, കുടിക്കാനുള്ള ശുദ്ധജലവുമില്ല. എന്നിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഐലൻഡുകളിൽ ഒന്നാണിത്. കുടിക്കാനുള്ള വെള്ളമെല്ലാം വലിയ ചിലവിൽ ദിവസവും ബോട്ടുകളിലാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഓരോരുത്തർക്കും താമസിക്കാൻ കിട്ടുന്ന സ്ഥലമാകട്ടെ വളരെ കുറവുമാണ്. 2009 ഈ ചെറിയ പാറക്കൂട്ടം നിറഞ്ഞ ദ്വീപ് കെനിയയും ഉഗാണ്ടയും തമ്മിലുള്ള വലിയൊരു തർക്കത്തിന് കാരണമായിരുന്നു. കാരണം ഇതിനു ചുറ്റുമുള്ള വെള്ളത്തിൽ വില കൂടിയ നൈൽ പെർച്ച് എന്ന മീനുകൾ ധാരാളമുണ്ട്. ഇത് വലിയ വരുമാനമാണ് അവർക്ക് നൽകുന്നത്. ഇതിൻ്റെ പേരിലായിരുന്നു ആ തർക്കം. എങ്കിലും അതിജീവനത്തിൻ്റെ എല്ലാ നിയമങ്ങളും വെല്ലുവിളിച്ചുകൊണ്ട് മിഗിംഗോ ജനത ഇന്നും ജീവിക്കുന്നു. താനാ തോരാജ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ സുലവേസി മലനിരകളിലാണ് താനാ തോരാജ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2600 മുതൽ 3300 അടി വരെ ഉയരത്തിലാണ് ഈ സ്ഥലം. പക്ഷേ ഈ സ്ഥലം പ്രശസ്തമായത് അതിൻ്റെ ഉയരം കൊണ്ടല്ല, മറിച്ച് മരണത്തെ അവർ കാണുന്ന രീതി കൊണ്ടാണ്. ഇവിടെ മൃതദേഹങ്ങൾ മാസങ്ങളോളമോ വർഷങ്ങളോളമോ വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. അവരെ മരിച്ചവരെന്നല്ല, മറിച്ച് വെറും രോഗികൾ എന്ന നിലയിലാണ് വീട്ടുകാർ കാണുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ 3 മുതൽ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ആദരസൂചകമായി കുറേയേറെ പോത്തുകളെ അവിടെ ബലി നൽകുന്നു. ശവപ്പെട്ടികൾ 300 അടി ഉയരമുള്ള പാറക്കെട്ടുകളിൽ നേരിട്ട് കൊത്തിയെടുത്ത അറകളിലാണ് വെക്കുന്നത്. മരിച്ചവർക്ക് കാവലായി തൗ എന്ന് വിളിക്കുന്ന മരപ്പാവകൾ അവിടെ നിൽപ്പുണ്ടാകും. ചില കല്ലറകൾ 100 കണക്കിന് വർഷങ്ങളായി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ മരങ്ങൾക്കുള്ളിലാണ് അടക്കം ചെയ്യുന്നത്. മാത്രമല്ല, മനനെ എന്ന ചടങ്ങിൻ്റെ ഭാഗമായി മരിച്ചവരെ പുറത്തെടുത്ത് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ജീവിച്ചിരുന്നവർക്കൊപ്പം ചേർത്തു നിർത്തുന്നു. താനാ തോരാജയിൽ മരണം ഒരു അവസാനമല്ല, അത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. കയാൻ ജനത, മ്യാൻമർ. മ്യാൻമറിലെ കയാൻ ജനതയുടെ ഒരു ആചാരം മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റുന്നതാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ കഴുത്തിൽ വെങ്കല വളയങ്ങൾ അഥവാ ബ്രാസ് കോയിൽസ് ഇട്ടു തുടങ്ങും. പ്രായമാകുന്നതിനനുസരിച്ച് വളയങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. മുതിർന്നവരാകുമ്പോൾ ഈ വളയങ്ങൾ 3 മുതൽ 4 കിലോ വരെ ഭാരമുണ്ടാകും. ഇത് കോളർ ബോണിനെയും വാരിയെല്ലുകളെയും താഴേക്ക് അമർത്തുന്നത് കാരണം കഴുത്തിന് നല്ല നീളമുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുന്നു. ഉറങ്ങുമ്പോഴോ കുളിക്കുമ്പോഴോ പോലും ഈ വളയങ്ങൾ അവർ മാറ്റാറില്ല. കാലക്രമേണ ഈ മർദ്ദം ശരീരത്തിൻ്റെ ആകൃതിയെ തന്നെ സ്ഥിരമായി മാറ്റുന്നു. 1000-ലധികം വർഷങ്ങളായി അമ്മമാരിൽ നിന്ന് മകളിലേക്ക് കൈമാറുന്ന ഈ ആചാരം അവരുടെ ഐഡന്റിറ്റിയുടെയും സഹനശക്തിയുടെയും പ്രതീകമാണത്രേ. സാന്റാക്രൂസ് ഡെൽ ഇസ്ലോട്ടെ, കൊളംബിയ. കൊളംബിയൻ തീരത്തിനടുത്തുള്ള സാന്റാക്രൂസ് ഡെൽ ഇസ്ലോട്ടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. മനുഷ്യർ നിർമ്മിച്ച ഈ ചെറിയ ഐലൻഡ് വെറും 3 ഏക്കറിൽ താഴെ മാത്രമേയുള്ളൂ. എന്നിട്ടും 800ഓളം ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു. ഇവിടെ കാറുകളില്ല, വീതിയുള്ള റോഡുകളുമില്ല, ശുദ്ധജലവുമില്ല. കുടിക്കാനുള്ള ഓരോ തുള്ളി വെള്ളവും ബോട്ടിലാണ് കൊണ്ടുവരുന്നത്. സ്വകാര്യത ഒട്ടുമില്ലാത്ത ഇവിടെ ആളുകൾ മതിലുകളും മേൽക്കൂരകളും ജീവിതവുമെല്ലാം പരസ്പരം പങ്കുവെച്ചാണ് കഴിയുന്നത്. ഇവിടെ ഒരു സ്കൂളും ഒരു ചെറിയ ഹെൽത്ത് സെൻ്ററും ഒരു ചെറിയ മൈതാനവും മാത്രമേയുള്ളൂ. ഇത്രയും തിരക്കും ഒറ്റപ്പെട്ട അവസ്ഥയുമായിട്ടും ഇവിടെ വലിയ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല എന്നതാണ് അത്ഭുതം. ബാജാവു കടൽ നാടോടികൾ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ബാജാവു ഗ്രാമങ്ങളിലുള്ളവരെ സാധാരണയായി കടൽ നാടോടികൾ എന്നാണ് വിളിക്കുന്നത്. കടലിന് മുകളിൽ മരത്തൂണുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ വീടുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിന് 10 മുതൽ 30 അടി വരെ ഉയരത്തിലാണ് ഓരോ കുടുംബവും താമസിക്കുന്നത്. ഇവിടെ റോഡുകൾക്ക് പകരം വീടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇടുങ്ങിയ മരപ്പലകകളാണ്. പല ബാജാവു വംശജരും അവരുടെ ജീവിതത്തിൻ്റെ 60 മുതൽ 70% ചിലവഴിക്കുന്നത് കടലിലാണ്. യാതൊരു ഓക്സിജൻ
ഓക്സിജൻ ടാങ്കുമില്ലാതെ ഒറ്റ ശ്വാസത്തിൽ വെള്ളത്തിന് 60 അടി താഴെ വരെ പോകാനും മിനിറ്റുകളോളം അവിടെ തുടരാനും ഇവർക്ക് കഴിയും. അവിടുത്തെ കുട്ടികൾ അക്ഷരം പഠിക്കുന്നതിന് മുൻപേ നീന്താൻ പഠിക്കാറുണ്ട്. പാചകം, കുളി, മീൻപിടുത്തം തുടങ്ങി ഇവരുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളും കടലിന് മുകളിലോ കടലിന് അടുത്തോ ആണ് നടക്കുന്നത്. ചില കുടുംബങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും മണ്ണിൽ കാലുകുത്താതെയാണ്. അതിജീവനത്തിനായി ഇവർ പൂർണ്ണമായും മീൻപിടുത്തത്തെയാണ് ആശ്രയിക്കുന്നത്. തലമുറകളായുള്ള ഈ ജീവിത രീതി ഇവരുടെ ശരീരത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ കൂടുതൽ നേരം ശ്വാസം പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഇവരുടെ പ്ലീഹ വലുതായിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഹഡ്സ ട്രൈബ്, ടാൻസാനിയയിലെ ഹഡ്സ ഗോത്രവർഗ്ഗക്കാർ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യരെ പോലെയാണ് ഇന്നും ജീവിക്കുന്നത്. ലോകത്തിലെ അവസാനത്തെ വേട്ടയാടി ജീവിക്കുന്ന സമൂഹങ്ങളിൽ ഒന്നാണിവർ. ഇന്ന് 1300-ൽ താഴെ ആളുകൾ മാത്രമേ ഇവർക്കിടയിലുള്ളൂ. അയ്യാസി തടാകത്തിനടുത്തുള്ള വരണ്ട പ്രദേശങ്ങളിൽ കൃഷിയോ വളർത്തുമൃഗങ്ങളോ സ്ഥിരമായ വീടുകളോ ഇല്ലാതെയാണ് ഇവർ കഴിയുന്നത്. കൈകൊണ്ട് നിർമ്മിച്ച വില്ലും അമ്പും ഉപയോഗിച്ച് കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും കാട്ടുപഴങ്ങളും തേനും ശേഖരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. തേനെടുക്കാനായി ഇവർ 30 അടിയിലധികം ഉയരമുള്ള മരങ്ങളിൽ പോലും വലിഞ്ഞു കയറാറുണ്ട്. ഓരോ 4 മുതൽ 6 ആഴ്ച കൂടുമ്പോഴും ഇവർ താമസ സ്ഥലം മാറും. കൈവശം വലിയ സാധനങ്ങളൊന്നുമില്ലാത്ത ഇവർ ദിവസവും 3 മുതൽ 4 മണിക്കൂർ വരെ മാത്രമേ ജോലി എടുക്കാറുള്ളൂ. ഇവർക്കിടയിൽ തലവന്മാരോ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമോ പണമോ ഒന്നുമില്ല. ഭക്ഷണം എല്ലാവരും പങ്കിടുകയാണ് ചെയ്യുക. ആസാരോ മഡ്മെൻ, പപ്പുവന്യൂഗിനിയയിലെ സ്കെലിട്ടൺ ട്രൈബ് എന്നറിയപ്പെടുന്ന ആസാരോ മഡ്മെൻ പ്രശസ്തരായത് അവരുടെ വിചിത്രമായ ഒരു ആചാരത്തിലൂടെയാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ പോലെ തോന്നിക്കുന്ന രീതിയിലാണത്. ചടങ്ങുകളുടെ സമയത്ത് ഇവർ ശരീരം മുഴുവൻ ചാരനിറത്തിലുള്ള ആറ്റുമണ്ണ് കൊണ്ട് മൂടുകയും എല്ലുകൾ പുറത്തു കാണുന്ന രീതിയിൽ കറുത്ത പെയിന്റ് കൊണ്ട് വരക്കുകയും ചെയ്യും. ഇത് കാണുമ്പോൾ അസ്ഥികൂടങ്ങൾ നടന്നു വരുന്നത് പോലെ തോന്നും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആസാരോ നദിക്കടുത്താണ് ഈ പാരമ്പര്യം തുടങ്ങിയത്. പഴയ കഥകളനുസരിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കൽ യോദ്ധാക്കൾ മണ്ണിൽ ഒളിച്ചിരുന്നു. സന്ധ്യാസമയത്ത് ഇവർ പുറത്തേക്ക് വന്നപ്പോൾ മണ്ണ് പുരണ്ട രൂപം കണ്ട് പ്രേതങ്ങളാണെന്ന് പേടിച്ച് ശത്രുക്കൾ ഓടിപ്പോയി. ഇന്നും ആസാരോ ഗോത്രക്കാർ ഈ ആചാരങ്ങൾ തുടരുന്നു. പ്രേതങ്ങളെപ്പോലെ തോന്നിക്കാൻ വളരെ പതുക്കെയും നിശബ്ദവുമായാണ് ഇവർ നടക്കാറുള്ളത്. കോറോവായ് ഗോത്രം, പപ്പുവ, ഇന്തോനേഷ്യയിലെ കോറോവായ് ഗോത്രക്കാർ ജീവിക്കുന്നത് പപ്പുവയിലെ നിബിഡ വനങ്ങൾക്കുള്ളിലാണ്. വെള്ളപ്പൊക്കം, പ്രാണികൾ, ശത്രുക്കൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ മരങ്ങൾക്ക് മുകളിൽ 15 മുതൽ 35 മീറ്റർ വരെ ഉയരത്തിലാണ് ഇവർ വീട് വെക്കുന്നത്. റോഡുകളോ ഇലക്ട്രിസിറ്റിയോ ഇല്ലാതെ 1970-കൾ വരെ പുറം ലോകവുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. വേട്ടയാടിയും കാട്ടുപഴങ്ങളും മറ്റും ശേഖരിച്ചാണ് ഇവർ അതിജീവിക്കുന്നത്. മരങ്ങളിൽ കൊത്തിയെടുത്ത പടവുകളിലൂടെയും വള്ളികളിലൂടെയും ദിവസവും പലതവണ ഇവർ കുത്തനെയുള്ള മരങ്ങളിൽ വലിഞ്ഞു കയറും. ആഹാരം കിട്ടുന്നത് കുറയുന്നതിനനുസരിച്ച് 5-10 വർഷം കൂടുമ്പോൾ ഇവർ തങ്ങളുടെ മരവീടുകൾ ഉപേക്ഷിച്ച് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറും. തലമുറകളായി ഇത്രയും ഉയരത്തിൽ താമസിക്കുന്നത് ശത്രുക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. സാഗ്സായ്, വെസ്റ്റേൺ മംഗോളിയ, ഈഗിൾ ഹണ്ടേഴ്സ്. പടിഞ്ഞാറൻ മംഗോളിയയിലെ അൽത്തായ് പർവ്വതനിരകൾക്ക് അടുത്തുള്ള സാഗ്സായ് ഗ്രാമം മോഡേൺ വെപ്പൺസുകൾക്ക് പകരം പരുന്തുകളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന ലോകത്തിലെ അവസാന ഇടങ്ങളിൽ ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടിയിലധികം ഉയരത്തിലുള്ള ഈ ഗ്രാമം കസാക്ക് നാടോടികളുടെ സ്ഥലമാണ്. ഏകദേശം 7 അടി വീതിയുള്ള ചിറകുകളും 15 പൗണ്ട് വരെ ഭാരമുള്ള ഗോൾഡൻ ഈഗിൾസിനെയാണ് ഇവർ പരിശീലിപ്പിക്കുന്നത്. 1 മൈൽ ദൂരെയുള്ള ഇരയെപ്പോലും കാണാൻ കഴിവുള്ള ഈ പക്ഷികൾ കുറുക്കന്മാരെയും ചെന്നായകളെയും വരെ അതിവേഗത്തിൽ ആക്രമിച്ചു കീഴ്പ്പെടുത്തും. പരുന്തുകൾക്ക് 4 വയസ്സുള്ളപ്പോൾ മുതൽ വേട്ടക്കാർ അവരെ പരിശീലിപ്പിച്ചു തുടങ്ങും. ഏകദേശം 10 മുതൽ 15 വർഷം ഒരുമിച്ച് കഴിഞ്ഞ ശേഷം ഇവയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടും. ഗാൻവിയെ, ബെനിൻ. തെക്കൻ ബെനിനിലുള്ള ഗാൻവിയെ പൂർണ്ണമായും വെള്ളത്തിനു മുകളിൽ പണിത ഒരു ഗ്രാമമാണ്. ആഫ്രിക്കയിലെ വെനീസ് എന്നറിയപ്പെടുന്ന ഇവിടെ ഏകദേശം 20,000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. തടാകത്തിനു മുകളിൽ മരത്തൂണുകളിലാണ് ഈ ഗ്രാമം നിൽക്കുന്നത്. ഇവിടെ റോഡുകളോ കാറുകളോ ഇല്ല. പകരം വീടുകളെയും സ്കൂളുകളെയും മാർക്കറ്റുകളെയും ബന്ധിപ്പിക്കുന്നത് ചെറിയ വഞ്ചികൾ പോകുന്ന വഴികൾ മാത്രമാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിന് 6 മുതൽ 10 അടി വരെ ഉയരത്തിലാണ് വീടുകൾ പണിതിരിക്കുന്നത്. പാചകം, കുളി, ഷോപ്പിംഗ് തുടങ്ങി ഇവരുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളും ബോട്ടുകളിലാണ് നടക്കുന്നത്. 300 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗ്രാമം ഉണ്ടായത്. അടിമകളാക്കാൻ വരുന്നവർ വെള്ളത്തിലിറങ്ങുന്നത് അവരുടെ വിശ്വാസപ്രകാരം വിലക്കപ്പെട്ട ഒന്നായതുകൊണ്ട് അവർക്ക് വരാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരിടമായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. കരയിൽ കൂടുതൽ ദൂരം നടക്കാൻ പഠിക്കുന്നതിന് മുൻപേ ഇവിടുത്തെ കുട്ടികൾ വഞ്ചി തുഴയാൻ പഠിച്ചിട്ടുണ്ടാകും. മീൻപിടുത്തമാണ് ഇവരുടെ പ്രധാന ആഹാരവും വരുമാന മാർഗവും.
കാവ ഇജൻ, ഈസ്റ്റ് ജാവ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ജാവയിലുള്ള കാവ ഇജൻ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ ജോലി സ്ഥലങ്ങളിൽ ഒന്നാണ്. സജീവമായ ഒരു അഗ്നിപർവ്വതത്തിനടുത്താണ് ഇവിടുത്തെ തൊഴിലാളികൾ ജീവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7800 അടി ഉയരത്തിലുള്ള ഇവിടുത്തെ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസിഡ് കുളങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് 0 അടുത്താണ്. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഓരോ ദിവസവും തൊഴിലാളികൾ നൂറുകണക്കിനടി താഴ്ചയിലേക്ക് ഇറങ്ങി 150 മുതൽ 200 പൗണ്ട് വരെ ഭാരമുള്ള സൾഫർ മുതുകിൽ ചുമന്ന് മുകളിലേക്ക് വരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ മരണകാരണമായേക്കാവുന്ന സൾഫർ ഡയോക്സൈഡ് വാതകവും അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള കഠിനമായ ചൂടും ഇവിടെയുണ്ട്. സൾഫർ വാതകം കത്തുന്നത് കാരണം രാത്രിയിൽ മാത്രം കാണാൻ കഴിയുന്ന നീലനിറത്തിലുള്ള തീജ്വാലകൾക്ക് ഈ അഗ്നിപർവ്വതം പ്രശസ്തമാണ്. വിഷവാതകവും ചൂടും പാറകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമെല്ലാം ഉണ്ടെങ്കിലും അതിജീവനത്തിനായി അടുത്തുള്ള ഗ്രാമവാസികൾ ഈ കഠിനമായ ജോലിയെയാണ് ആശ്രയിക്കുന്നത്. ടുവാറെഗ് ജനത, സഹാറ മരുഭൂമി. സഹാറ മരുഭൂമിയിലെ ടുവാറെഗ് ജനത ജീവിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൊന്നിലാണ്. വേനൽക്കാലത്ത് ഇവിടെ താപനില ഡിഗ്രിക്ക് മുകളിൽ പോവുകയും മഴ 1 ഇഞ്ച് പോലും കിട്ടാതിരിക്കുകയും ചെയ്യും. നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ആഫ്രിക്കയിലുമായി ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ഇവർ മണലിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്യാറുണ്ട്. പഴയകാലത്ത് ഇവരുടെ സംഘങ്ങൾ മാപ്പുകളൊന്നുമില്ലാതെ നക്ഷത്രങ്ങളെയും കാറ്റിൻ്റെ ഗതിയെയും ഒക്കെ നോക്കിയാണ് ആഴ്ചകളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിരുന്നത്. 50 മുതൽ 100 മൈൽ വരെ അകലത്തിലായിരിക്കും കുടിക്കാനുള്ള വെള്ളം കിട്ടുന്ന ഇടങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി വെള്ളവും ഇവർ അത്രയ്ക്ക് നിയന്ത്രിച്ചാണ് ഉപയോഗിക്കുന്നത്. മണൽക്കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ മുഖം മറയ്ക്കാറുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന നീല നിറമുള്ള അഥവാ ഇൻഡിഗോ ഡൈഡ് വസ്ത്രങ്ങൾ ചർമ്മത്തിൽ ഒരു നീലനിറം പടർത്തുന്നത് കാരണം ഇവരെ മരുഭൂമിയിലെ നീലമനുഷ്യർ എന്നും വിളിക്കാറുണ്ട്. 1000-ലധികം വർഷങ്ങളായി സഹാറ മരുഭൂമിയെ തങ്ങളുടെ വീടാക്കി മാറ്റി ടുവാറെഗ് ജനത ഇന്നും നിലനിൽക്കുന്നു. ഡോഗോൺ ക്ലിഫ് വില്ലേജ്, മാലി. മാലിയിലെ ഡോഗോൺ ഗ്രാമങ്ങൾ ബന്ദിയാഗര എന്ന വലിയ പാറക്കെട്ടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചുറ്റുമുള്ള സമതലങ്ങളിൽ നിന്നും ഏകദേശം 1600 അടി ഉയരത്തിലാണ്. കഴിഞ്ഞ 700 വർഷങ്ങളായി ഈ മനുഷ്യർ അവരുടെ വീടുകളും ധാന്യപ്പുരകളും ആരാധനാലയങ്ങളും നേരിട്ട് ഈ പാറകളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇടുങ്ങിയ വഴികളിലൂടെയും പാറകളിൽ കൊത്തിയെടുത്ത ചവിട്ടുപടികളിലൂടെയും മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയൂ. ചില ഗ്രാമങ്ങൾ നിലത്തുനിന്നും 100 കണക്കിന് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ റോഡുകളോ വാഹനങ്ങളോ ഇല്ല, നടക്കുക മാത്രമാണ് ഏകവഴി. ഇവിടെ മഴയും വളരെ കുറവാണ്. എന്നിട്ടും ഈ പാറക്കെട്ടുകളിൽ കൃഷി ചെയ്തും വെള്ളം വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചുമാണ് ഡോഗോൺ ജനത ജീവിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഇവരുടെ ധാന്യപ്പുരകൾ നിലത്ത് നിന്നും 100 മുതൽ 20 അടി ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. അറ്റുലർ ക്ലിഫ് വില്ലേജ്, സിച്ചുവാൻ, ചൈന. ചൈനയിലെ അറ്റുലർ ഗ്രാമം നിൽക്കുന്നത് അത്രയും വിചിത്രമായ ഒരിടത്താണ്. താഴെയുള്ള താഴ്വരയിൽ നിന്നും ഏകദേശം 2600 അടി ഉയരത്തിലുള്ള കുത്തനെയുള്ള പാറക്കെട്ടുകളിലാണ് ഇവരുടെ വീടുകൾ. തലമുറകളായി ഇങ്ങോട്ട് എത്താനുള്ള ഏക വഴി പള്ളികൾ കൊണ്ട് നിർമ്മിച്ച 17 ഏണിപ്പടികളായിരുന്നു. ഇതിൽ ചിലതിലൂടെ 800 അടിയോളം സുരക്ഷയുമില്ലാതെ കുത്തനെ മുകളിലേക്ക് കയറണമായിരുന്നു. വെറും 6 വയസ്സുള്ള കുട്ടികൾ പോലും സ്കൂളിൽ പോകാനായി ഈ അപകടകരമായ വഴിയിലൂടെ കയറുമായിരുന്നു. 2016-ൽ ഈ ഗ്രാമത്തിൽ സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഗോവണി നിർമ്മിച്ചു. അതുകൊണ്ട് ഇപ്പോൾ 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് മുകളിലെത്താം. എങ്കിലും ഇന്നും ഈ യാത്ര ഭയപ്പെടുത്തുന്ന ഒന്നാണ്. 4600 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ എപ്പോഴും മൂടൽമഞ്ഞും ശക്തമായ കാറ്റുമുണ്ടാകും. 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുള്ളൂ. ആധുനിക സൗകര്യങ്ങൾ വന്നിട്ടും ഇവരുടെ ഓരോ യാത്രയും മരണത്തിൻ്റെ വക്കിലൂടെയാണ്. മസായി മാര, കെനിയ. മനുഷ്യരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുള്ള ഭൂമിയിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കെനിയയിലെ മസായി മാര. 580 ചതുരശ്ര മൈലിലധികം പരന്നുകിടക്കുന്ന ഈ പുൽമേടുകളിൽ വർഷം തോറും ലക്ഷക്കണക്കിന് കാട്ടുപോത്തുകളും സീബ്രകളും മാനുകളും ദേശാടനം നടത്താറുണ്ട്. സിംഹങ്ങളും ചീറ്റപ്പുലികളും വേട്ടയാടുന്ന ഈ പ്രദേശത്ത് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വലിയ അകലമില്ലാതെയാണ് ജീവിക്കുന്നത്. നൂറ്റാണ്ടുകളായി മസായി ജനത വേലികളൊന്നുമില്ലാത്ത ഈ മണ്ണിൽ തങ്ങളുടെ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്നു. ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അതുമു എന്ന ചാട്ടനൃത്തം. മുട്ടുമടക്കാതെ 3 അടിയോളം ഉയരത്തിൽ തുടർച്ചയായി ചാടിക്കൊണ്ട് തങ്ങളുടെ ശക്തിയും ആരോഗ്യവും തെളിയിക്കുന്ന ആളുകളെ ഇതിൽ കാണാം. സുരി ഗോത്രം, ഓമോ വാലി, എത്യോപ്യ.
എത്യോപ്യയിലെ ഓമോ വാലിയിലുള്ള ഏറ്റവും ഒറ്റപ്പെട്ട ഒരിടത്താണ് സുരി ഗോത്രക്കാർ താമസിക്കുന്നത്. വെറും 40,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ വലിയ പുൽമേടുകളിൽ ചിതറിക്കിടക്കുന്നത്. റോഡുകളോ കറന്റോ ഒന്നുമില്ലാതെ, പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഏകദേശം 12 മുതൽ 15 വയസ്സാകുമ്പോൾ ഇവിടുത്തെ പെൺകുട്ടികൾ അവരുടെ കീഴ്ചുണ്ട് മുറിച്ച് വലുതാക്കാൻ തുടങ്ങും. അതിനുള്ളിൽ 4 മുതൽ 8 ഇഞ്ച് വരെ വീതിയുള്ള കളിമൺ പ്ലേറ്റുകളാണ് അവർ വെക്കുന്നത്. കൂടാതെ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി ചാരം പുരട്ടി തഴമ്പുകൾ വരുത്തുന്ന ഒരു പ്രത്യേക ആചാരവും ഇവർക്കുണ്ട്. കഠിനമായ ചൂടും ഒറ്റപ്പെട്ട അവസ്ഥയും ആചാരങ്ങളും നിറഞ്ഞ ഈ മണ്ണിൽ അവർ ഇന്നും ജീവിക്കുന്നു. ഫുഗ്ദൽ മൊണാസ്ട്രി, സാൻസ്കർ, ഇന്ത്യ. ഉത്തരേന്ത്യയിലെ സാൻസ്കർ മേഖലയിലുള്ള ഫുഗ്തർ മൊണാസ്ട്രി ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട മഠങ്ങളിൽ ഒന്നാണ്. സാൻസ്കർ താഴ്വരയിലെ ഒരു ചുണ്ണാമ്പുകല്ല് പാറക്കെട്ടിലാണ് ഇത് പണിതിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 12,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഠം പാറയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് കാണപ്പെടുക. ഇങ്ങോട്ടേക്കെത്താൻ റോഡുകളൊന്നുമില്ല. മലനിരകളിലെ ഇടുങ്ങിയ വഴികളിലൂടെ മണിക്കൂറുകളോളം നടന്നു തന്നെ വേണം അവിടെ എത്താൻ. വർഷത്തിൽ 5 മുതൽ 6 മാസത്തോളം കഠിനമായ മഞ്ഞുവീഴ്ച കാരണം ഈ സ്ഥലം പുറം ലോകവുമായി പൂർണ്ണമായും ഒറ്റപ്പെടും. 70ഓളം സന്യാസിമാർ താമസിക്കുന്ന ഇവിടെ സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് കാൽനടയായോ കഴുതപ്പുറത്തോ ആണ്. 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ മഠം മഞ്ഞിടിച്ചിലുകളെയും ഉരുൾപൊട്ടലുകളെയും കഠിനമായ തണുപ്പിനെയുമൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. താവോസ് പ്യൂബ്ലോ, ന്യൂ മെക്സിക്കോ, USA. വടക്കേ അമേരിക്കയിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രാമങ്ങളിലൊന്നാണ് താവോസ് പ്യൂബ്ലോ. ന്യൂ മെക്സിക്കോയിലെ റിയോ പ്യൂബ്ലോ നദിക്കരയിൽ മണ്ണും വൈക്കോലും ഉപയോഗിച്ചാണ് 5 നിലയോളം ഉയരമുള്ള ഈ കെട്ടിടങ്ങൾ അവർ പണിതിരിക്കുന്നത്. ഇവയ്ക്ക് ഏകദേശം 1000ഓളം വർഷത്തെ പഴക്കമുണ്ട്. 1000-ലധികം വർഷമായി കൈമാറി വരുന്ന പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് 150ഓളം ആളുകൾ ഇന്നും ഈ ചരിത്ര മതിലുകൾക്കുള്ളിൽ താമസിക്കുന്നു. വെറും മണ്ണും വെള്ളവും വൈക്കോലും കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും കഠിനമായ ചൂടിനെയും മരവിപ്പിക്കുന്ന തണുപ്പിനെയും ഈ കെട്ടിടങ്ങൾ അതിജീവിക്കുന്നു. പഴമ നിലനിർത്താനായി ഈ വീടുകൾക്കുള്ളിൽ ഇലക്ട്രിസിറ്റിയോ പൈപ്പ് വെള്ളമോ ഉപയോഗിക്കാറില്ല. പുരാതനമായ നിർമ്മാണ രീതിയും ദൈനംദിന ജീവിതവും മാറ്റമില്ലാതെ തുടരുന്ന ഈ ഗ്രാമം യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുമുണ്ട്. കണ്ടോവൻ, ഇറാൻ. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ കണ്ടോവൻ ഗ്രാമം അഗ്നിപർവ്വത പാറകളിൽ കൊത്തിയെടുത്ത ഗ്രാമമാണ്. ഇവിടെ വീടുകൾ കണ്ടാൽ കെട്ടിടങ്ങളാണെന്ന് തോന്നില്ല. പകരം പ്രകൃതിദത്തമായ കൽക്കൂനകൾ പോലെയാണ് ഇരിക്കുക. 700 വർഷങ്ങൾക്ക് മുൻപുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുണ്ടായ പാറകളിലാണ് 10 മുതൽ 20 മീറ്റർ വരെ ഉയരമുള്ള ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 600 മുതൽ 700 വരെ ആളുകൾ ഇന്നും ഈ കൽവീടുകൾക്കുള്ളിൽ താമസിക്കുന്നു. ഇതിൽ പല വീടുകൾക്കും കൈകൊണ്ട് കൊത്തിയെടുത്ത 2 മുതൽ 4 നിലകൾ വരെയുണ്ട്. പുറത്ത് ചൂടുള്ളപ്പോഴും ഈ വീടുകൾക്കുള്ളിൽ നല്ല തണുപ്പായിരിക്കും. അതുപോലെ തണുപ്പ് കാലത്ത് ഈ പാറകൾ ചൂട് നിലനിർത്തുകയും ചെയ്യും. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിലുള്ള ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ 800ഓളം വർഷങ്ങളായി മനുഷ്യർ തുടർച്ചയായി താമസിച്ചു വരുന്നു. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഗോത്രവിഭാഗവും മനുഷ്യ ജീവിത രീതിയും ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.